ഹലോ, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. എന്താ ഈ ചെടി എന്താ എണീക്കാത്തത്? മണി 6 കഴിഞ്ഞല്ലോ. ഇത് എണീറ്റ് പല്ലിയേച്ച് കുളിച്ചിന് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തൂടെ? ഈ ഇലകളെന്താ ഉറങ്ങിയിരിക്കുന്നത്? ബാക്കി എല്ലാ മരങ്ങളും ഇലകളും എല്ലാം ഉണർത്തണി. പിന്നെ ഞാനിപ്പോൾ യാത്രയിലാണ്. യാത്ര മീൻസ് ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര. ഇപ്പോൾ ട്രെയിൻ സിഗ്നലിന് വേണ്ടി ഒരു സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുകയാണ്. ഈ സ്ഥലം ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതേതാ ഈ ചരിത്ര പ്രധാനമായ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിരുന്നു തുമ്പ. ആ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. ഇതിങ്ങനെ എന്താ പറയുക, റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഇവിടെ ആർക്കും കടന്നു കയറാനോ ഒന്നും പറ്റില്ല. ഫുൾ ഭയങ്കര ഇപ്പോഴും സ്ട്രിക്ട്ലി എന്താ പറയുക, ഭയങ്കര അവരുടെ കൺട്രോൾ, CISFൻ്റെ കൺട്രോളിൽ തന്നെയാണ് ആയിരിക്കുന്നത്. ഈ മതിലുകൾ, ഈ കാണുന്ന വള്ളിപ്പടപ്പുകൾ, ആ തൊട്ടടുത്ത് കുറച്ച് ദൂരം കാണുന്ന ആ വള്ളിപ്പടപ്പുകളെല്ലാം മതിലുകളാണ്, കുറ്റൻ മതിലുകളാണ്. അതിന് മേളിൽ കമ്പിവേലികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടവറുകളുണ്ട്. ഞാനിതിൻ്റെ അകത്ത് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഫുൾ ഭയങ്കര സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. നല്ല മനോഹരമായ സ്ഥലം. തൊട്ടപ്പുറത്ത് തന്നെയാണ് വേലി കായലും പാർക്കും എല്ലാം ഉണ്ട്, ബോട്ട് റേസിങ്. അവിടുന്ന് ഏതോ ഒരു ട്രെയിൻ പാസ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ സിഗ്നൽ വരുന്നത്. അത് വേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു പോകുന്ന ഏതോ ട്രെയിനുണ്ട്. നോക്കാം, നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. യെസ്, പാസ് ചെയ്യാനുണ്ട്. ഇതാ വരുന്നു അവിടെ നിന്നുള്ളത്. അമ്മി ചിത്രകാരന്മാർക്ക് വരയ്ക്കാൻ പറ്റിയൊരു മരം നിൽക്കുന്നുണ്ട്. അതിലിൻ്റെ ടോപ്പിലൊരു കുഞ്ഞു പക്ഷി വേണം. കുഞ്ഞു പക്ഷി ഉണ്ട്, അതിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കുഞ്ഞു പക്ഷിയുണ്ട്. ഉണ്ട്, കുറച്ചുകൂടെ സംശയം ഉണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തോന്നുന്നു. ഇപ്പോഴേക്കും ഇവിടെ എത്തി. ഒരു മനുഷ്യൻ പോലും ഇല്ല. ആരെങ്കിലും വിളിച്ച് കയറ്റിപ്പോയി ട്രെയിൻ വെറുതെ കണ്ടാണ് ട്രെയിൻ. അങ്ങനെ ആ ട്രെയിൻ അതിവേഗം പോയി തീർന്നു. ഇനി നമ്മുടെ ട്രെയിൻ മൂവായി. ഓക്കെ, നമ്മുടെ ട്രെയിൻ മൂവായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും VSSC വിക്രം സാരാഭായ് സ്പേസ് സെൻട്രലിൻ്റെ വിശേഷങ്ങളിലേക്ക് അപ്പുറത്തേക്ക് പോകാം. ഇത് ട്രെയിൻ മുന്നോട്ട് പോകുന്നു, റൈറ്റ് സൈഡാണ്. ഓക്കെ, വേലിക്കായാലും ഞാൻ വേലിയിലേക്കും എല്ലാം കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഈ സൈഡിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ പോർഷൻ്റെ ഈ ഭാഗത്തായിരുന്നു റോക്കറ്റ് വിക്ഷേപണ മതിലുകൾ കാണുന്നുണ്ടോ? ഇതിൻ്റെ മേളിലേക്കുള്ള ഇതിൻ്റെ ഉള്ളിൽ കെട്ടിടങ്ങളുണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്. എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ, ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ ഭാഗത്തായിരുന്നു റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു എന്താ മിനിയേച്ചർ ഇവിടെ ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല. അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിനി എത്താൻ പോകുന്നത് വേലിക്കായലിലേക്ക് എത്താൻ പോകുന്നുണ്ട്. ഇത് ഇന്ത്യൻ ക്ലേ ഫാക്ടറിയാണ്. ഇതാണ് ഇപ്പോഴത്തെ ട്രിവാൻഡ്രം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി. അതാ കാണുന്ന ദൂരേക്ക് കാണുന്നതാണ് ട്രിവാൻഡ്രം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. പണ്ട് ഇതിന് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും, വേലി റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. ഇന്ന് ട്രിവാൻഡ്രം നോർത്തായി. ഇവിടെ ഇതിന് സ്റ്റോപ്പില്ല.
ഞാൻ ഈ യാത്ര ചെയ്യുന്ന ട്രെയിൻ വരാവേൽ എക്സ്പ്രസ് ആണ്. കാസർഗോഡ് നിന്ന് ഇന്നലെ കാഞ്ഞങ്ങാട് നിന്ന് ഇന്നലെ കയറിയതാണ്. ഇവിടെ എത്താറായി. നല്ല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.